സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ധർമ്മമാർഗത്തിൽ സഞ്ചരിക്കുന്ന ഓരോ വ്യക്തിക്കും ശ്രീ ബുദ്ധൻ എന്താണ് ആൾക്കാരെ ശരിയായിട്ട് പഠിപ്പിച്ചത് എന്ന് അറിയാനുള്ള ആഗ്രഹം ഉണ്ടായിരിക്കും. കഴിഞ്ഞ 25 വർഷങ്ങളായിട്ട് ഭഗവാൻ ബുദ്ധൻ പഠിപ്പിച്ചിട്ടുള്ള ധ്യാനമാർഗങ്ങൾ അഭ്യസിക്കുകയായിരുന്നു. അതുകൂടാതെ ബുദ്ധനെപ്പറ്റി അനേകം പേർ എഴുതിയ, അദ്ദേഹം എന്താണ് പഠിപ്പിച്ചത് എന്ന് എഴുതിയ ഒരുപാട് പുസ്തകങ്ങളും പഠിക്കാനുള്ള ഭാഗ്യമുണ്ടായി. പക്ഷേ ഇത്രയെല്ലാം എന്നിട്ടും ഒരു ആത്മസംതൃപ്തി ലഭിച്ചിരുന്നില്ല. കാരണം എന്താണ് ബുദ്ധൻ പറഞ്ഞിരുന്നത് എന്നതിനെപ്പറ്റി ശരിയായിട്ടുള്ളൊരു വിവരണം എങ്ങും കിട്ടുന്നില്ല. ബുദ്ധനെപ്പറ്റി നമ്മൾക്ക് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ബുദ്ധനോട് തന്നെ ചോദിക്കണം. ബുദ്ധനെപ്പറ്റി മറ്റേതെങ്കിലും വ്യക്തി എഴുതിയ പുസ്തകത്തിൽ നിന്ന് അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതുകൂടാതെ എന്താണ് അദ്ദേഹം പഠിപ്പിച്ചത് എന്നും മറ്റുള്ള ഒരു വ്യക്തിയിൽ നിന്ന് നമ്മൾക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കില്ല. അതിനും നമ്മൾ ബുദ്ധനോട് തന്നെ ചോദിക്കണം. ബുദ്ധൻ്റെ ഉപദേശങ്ങൾ എന്ന് പറയുന്നത് തിബിടക് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിലാണ്. അപ്പോൾ ബുദ്ധനെ കുറിച്ച് നമ്മൾക്ക് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ തിബിടക വായിക്കണം. തിബിടകയിൽ എന്താണ് ഉള്ളത്? തിബിടക എന്ന് പറയുന്നത് 3 പുസ്തകങ്ങളെയാണ് തിബിടക് എന്ന് പറയുന്നത്. 1 വിനയപിടക്, 2 സുത്തപിടക്, 3 അഭിധമ്മ പിടക്. ഇതിൽ വിനയപിടക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭിക്ഷു ഭിക്ഷുണികൾക്കുള്ള നിയമങ്ങളാണ്. സുത്തപിടകയിൽ ഉള്ളത് ബുദ്ധൻ്റെ ഉപദേശങ്ങളാണ്. അഭിധമ്മ പിടകയിൽ ഉള്ളത് വളരെ ഉയർന്ന ടീച്ചിങ് ആണ്. മനസ്സിനെ പറ്റിയും ശരീരത്തിനെ പറ്റിയും ഉള്ള വളരെ ഉയർന്ന തരം ടീച്ചിങ് ആണ് അഭിധമ്മയിലുള്ളത്. ബുദ്ധൻ്റെ ടീച്ചിങ്ങിനെ കുറിച്ച് നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ നമ്മൾ സുത്തപിടക വായിച്ചാൽ മതി. സുത്തപിടകയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സൂത്രങ്ങൾ അടങ്ങിയിട്ടുള്ള 2 കാര്യങ്ങൾ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. 1 സൂത്തപിടകയിൽ ഉള്ള ദീഘനികായ എന്ന് പറയുന്ന പുസ്തകം, 2 മജ്ജിമനികായ എന്ന് പറയുന്ന പുസ്തകം. ഇതിൽ മജ്ജിമനികായയിൽ 152 സൂത്രങ്ങളുണ്ട്. ഈ 152 സൂത്രങ്ങളും നമ്മൾ ഭംഗിയായിട്ട് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധൻ എന്താണ് നമ്മളോട് പറയാൻ ആഗ്രഹിച്ചത്, എന്താണ് പഠിപ്പിക്കാൻ ആഗ്രഹിച്ചത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. ദീഘനികായയിൽ 34 സൂത്രങ്ങളുണ്ട്. അതും പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് കുറേയധികം കാര്യങ്ങൾ നമ്മൾക്ക് പിടികിട്ടുന്നതാണ്. പക്ഷേ ഇത് പഠിക്കണമെങ്കിൽ ഒരല്പം ബുദ്ധിമുട്ടുണ്ട്. കാരണം ബുദ്ധൻ്റെ എല്ലാ ശിക്ഷണങ്ങളും പാലി ഭാഷയിലാണ്. അപ്പോൾ നമ്മൾക്ക് പാലി ഭാഷ ശരിയായിട്ടുള്ള രീതിയിൽ അറിഞ്ഞാൽ മാത്രമേ അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്ന് വളരെ വ്യക്തമായിട്ട് നമ്മൾക്ക് മനസ്സിലാകുകയുള്ളൂ. ഇതിൻ്റെ ഇംഗ്ലീഷ് വിവർത്തനം നമ്മൾ വായിക്കുകയാണെങ്കിൽ നമ്മൾക്ക് കാര്യമായിട്ടുള്ള ഒരു സംഗതിയും പിടികിട്ടുകയില്ല. ഉദാഹരണമായിട്ട് വിതർക്ക വിചാരം എന്നതിനെ ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്: ഇനീഷ്യൽ അപ്ലിക്കേഷൻ ആൻഡ് സസ്റ്റെയിൻഡ് അപ്ലിക്കേഷൻ. ഇതിൽ നമ്മൾക്ക് എന്ത് മനസ്സിലാവും? ഒന്നും തന്നെ മനസ്സിലാവുകയില്ല. അതാണ് ഈ വിവർത്തനത്തിൻ്റെ പ്രശ്നം. അപ്പോൾ ബുദ്ധൻ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ മൂലഭാഷയിൽ, അതായത് പാലി ഭാഷയിൽ നമ്മൾ അത് പഠിക്കാൻ ശ്രമിക്കണം. എങ്കിലാണ് നമ്മൾക്കത് വളരെ കൃത്യമായിട്ട് മനസ്സിലാകുകയുള്ളൂ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ബുദ്ധൻ ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്നത് ധ്യാനങ്ങളെ പറ്റിയാണ്. അതായത് മുക്തിക്ക്, നിർവ്വാണത്തിന് ധ്യാനം വളരെ അത്യാവശ്യമാണ് എന്നാണ് ബുദ്ധൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ധ്യാനങ്ങൾ നമ്മൾ അഭ്യസിച്ചു കഴിഞ്ഞാൽ മാത്രമേ ബുദ്ധൻ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുകയുള്ളൂ. അതിനാൽ നമ്മൾ തീർച്ചയായിട്ടും ധ്യാന അഭ്യസിക്കണം. പക്ഷേ ഇന്ന് ഇന്ത്യയിൽ ആരും ധ്യാന പഠിപ്പിക്കുന്നില്ല. ധ്യാന എന്നത് ധ്യാനം എന്ന വാക്കിൻ്റെ പാലി വാക്കാണ് ധ്യാന എന്ന് പറയുന്നത്. ഭഗവാൻ ബുദ്ധൻ 8 തരത്തിലുള്ള ധ്യാനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ തീർച്ചയായിട്ടും അഭ്യസിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ ബുദ്ധൻ എന്താണ് പഠിപ്പിച്ചതെന്ന് നമ്മൾക്ക് ശരിക്കും മനസ്സിലാകുകയുള്ളൂ. മറ്റൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഈ സൂത്രങ്ങൾ നമ്മൾ വെറുതെ കേട്ടതുകൊണ്ട്, അതിൻ്റെ അർത്ഥം കേട്ടതുകൊണ്ട് നമ്മൾക്ക് യാതൊരുവിധ ഉപകാരവും ഉണ്ടാകുകയില്ല. നമ്മൾ ബുദ്ധൻ്റെ കാര്യങ്ങൾ പഠിക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ ആ ബുദ്ധൻ്റെ ശിക്ഷണത്തിൻ്റെ അഭ്യാസം നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതിനാദ്യമായിട്ട് നമ്മൾക്ക് വിപശ്ശന ധ്യാനം എന്ന് പറയുന്ന ഒരു ധ്യാനമുണ്ട്.
അത് ഇന്ന് ഇന്ത്യയിൽ എല്ലായിടത്തും ലഭ്യമാണ്. അതിൽ നമ്മൾക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധൻ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നതിൻ്റെ ഏകദേശം ഒരു രൂപരേഖ നമ്മൾക്ക് കിട്ടും. അതിൽ അഭ്യാസവുമുണ്ട്, ആനാപാന വിപശ്യന തുടങ്ങിയവയുടെ അഭ്യാസവുമുണ്ട്. അപ്പോൾ നമ്മൾക്ക് കാര്യങ്ങൾ പിടികിട്ടുന്നതാണ്. അത് അഭ്യസിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ സൂത്ത പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നമ്മൾക്ക് മനസ്സിലാകും. അതേപോലെ തന്നെ ബുദ്ധൻ പഠിപ്പിച്ചത് ധ്യാനത്തെ പറ്റിയായിരുന്നു. ധ്യാനത്തെപ്പറ്റി പഠിപ്പിക്കുന്ന ഒരേ ഒരു വ്യക്തി എനിക്കറിയാവുന്നത് ബന്ദേ വിമലാരംസി എന്ന ഒരു ഭിക്ഷുവാണ്. അദ്ദേഹത്തിൻ്റെ ടീച്ചിങ് ഇന്ന് ഭാരതത്തിൽ ലഭ്യമാണ്. ഓൺലൈൻ അതേപോലെ തന്നെ ഡയറക്റ്റായിട്ടുള്ള ക്ലാസ്സുകൾ ലഭ്യമാണ്. അതിനെപ്പറ്റിയുള്ള കൂടുതൽ ഇൻഫർമേഷൻ ഞാൻ അടുത്ത വീഡിയോയിൽ തരുന്നതാണ്. അതിനാൽ ബുദ്ധൻ്റെ ശിക്ഷണത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ അദ്ദേഹം പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. വെറും തിയറി പഠിച്ചതുകൊണ്ട് നമ്മൾക്ക് ഒട്ടും തന്നെ ഉപകാരം ഉണ്ടാകില്ല എന്നുള്ളത് പ്രത്യേകം നമ്മൾ ഓർക്കണം. ബുദ്ധൻ തിബടികയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാകണമെങ്കിൽ നമ്മൾ ഏറ്റവും കുറഞ്ഞത് 4 ധ്യാനങ്ങളെങ്കിലും അഭ്യസിച്ചിരിക്കണം. അപ്പോൾ മാത്രമേ നമ്മൾക്ക് ശരിയായിട്ടുള്ള അർത്ഥം നമ്മൾക്ക് മനസ്സിലാകുകയുള്ളൂ. തിബിടക ഏകദേശം 10 വർഷങ്ങൾക്ക് മുൻപ് വായിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അതിൽ വളരെ കാര്യമായിട്ടുള്ള ഒരു അറിവ് ലഭിച്ചിരുന്നില്ല. കാരണം വിനയപിടക എന്ന് പറയുന്നത്, തിബിടികയിലെ ഒന്നാമത്തെ പുസ്തകമായിട്ടുള്ള വിനയപിടക എന്ന് പറയുന്നത് ഭിക്ഷുക്കളുടെ റൂൾസാണ്. അത് നമ്മൾക്ക് വലിയ ഗുണമൊന്നുമില്ല. അതുകൂടാതെ അഭിധമ്മ പിടക എന്ന് പറയുന്നത് മനസ്സിനെക്കുറിച്ചിട്ടും ശരീരത്തെക്കുറിച്ചുമുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അറിവാണ്. അതിലും നമ്മൾക്ക് അധികം കാര്യമായിട്ടുള്ള ശ്രദ്ധ കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ബുദ്ധൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മിക്കതും സൂത്തപിടകയിൽ ധാരാളമായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. പ്രത്യേകിച്ചിട്ട് ദീഘനികായിലെ 34 സൂത്തങ്ങളും മജ്ജിമനികായിലെ 152 സൂത്തങ്ങളും. ഇത്ര മാത്രം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾക്ക് ഏകദേശം ഒരു ഐഡിയ ലഭിക്കും. അതിനാൽ ഞാൻ ഇതിനെ ഒന്ന് പഠിക്കാൻ ശ്രമിച്ചു. തമിഴ്നാട്ടിൽ ഒരു ലോഡ്ജിൽ റൂമെടുത്തതിന് ശേഷം 1 മാസം ഞാൻ ഇതിനെ തന്നെ അഭ്യസിച്ചു. അതായത് എല്ലാ ജീവിത പ്രശ്നങ്ങളിൽ നിന്നും മോചനം നേടി ഒരു റൂമിൽ ഒറ്റയ്ക്ക് താമസിച്ച് പഠിക്കാനാണ് ഞാൻ തീരുമാനിച്ചത്. ഒരു നേരത്തെ ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കും. അതിനുശേഷം മുഴുവൻ ശ്രദ്ധയും സൂത്രങ്ങളിൽ തന്നെ. അങ്ങനെ ഞാൻ അതിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ച് 1 മാസം പഠിച്ചു കഴിഞ്ഞപ്പോൾ വളരെയധികം ആശ്ചര്യമുണ്ടായി. അപ്പോൾ മനസ്സിൽ തോന്നി, ഈ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ബാക്കിയുള്ളവർക്ക് പകർന്നു കൊടുക്കണം എന്നുള്ള ഒരു തോന്നൽ മനസ്സിലുണ്ടായി. കാരണം ഇംഗ്ലീഷിൻ്റെ ട്രാൻസ്ലേഷൻ നമ്മൾക്ക് ഒട്ടും തന്നെ മനസ്സിലാകുന്നില്ല, കാര്യങ്ങൾ ഒട്ടും തന്നെ മനസ്സിലാകുകയില്ല. കാരണം അതിൻ്റെ ലാംഗ്വേജ് അങ്ങനെയാണ്. പിന്നെ പാലി അറിയുന്ന ആൾക്കാർ വളരെ കമ്മിയാണ്. അപ്പോൾ ബുദ്ധൻ്റെ ടീച്ചിങ് നമ്മൾക്ക് എങ്ങനെ മനസ്സിലാകും? തീർച്ചയായിട്ടും നമ്മൾക്ക് മലയാളത്തിൽ അതിനെ വിവർത്തനം ചെയ്യേണ്ടതുള്ള ഒരു തോന്നൽ മനസ്സിൽ വന്നു. അതിനാലാണ് ഈ വിവർത്തനത്തിന് ഞാൻ മുതിരുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വിവർത്തനത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ലഭ്യമാകും. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ സൂത്ത കേൾക്കുന്ന സമയത്തും അതിൻ്റെ നോട്ട് നിങ്ങൾ എഴുതുക. അതായത് ഓരോ സൂത്രത്തിലും ബുദ്ധൻ എന്താണ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്, എന്ത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 2 കാര്യങ്ങൾ, അതായത് ഡൂസ് ആൻഡ് ഡോണ്ട്, എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത്, ഇതിനെക്കുറിച്ച് നിങ്ങൾ നോട്ട് എഴുതുകയാണെങ്കിൽ ഈ സൂത്രങ്ങളെല്ലാം കേട്ട് കഴിയുമ്പോൾ തന്നെ എന്താണ് ബുദ്ധൻ പറഞ്ഞിട്ടുള്ളത് എന്നതിനെപ്പറ്റി വ്യക്തമായിട്ടുള്ള നിങ്ങൾക്ക് ഒരു അറിവുണ്ടാകും. ഈ വിവർത്തനങ്ങൾ ചെയ്തിരിക്കുന്നത് ഏതെങ്കിലും ഒരു ടീച്ചറുടെ വാദത്തെ സ്ഥാപിക്കാനോ അല്ലെങ്കിൽ മറ്റൊരു ടീച്ചറുടെ ടീച്ചിങ്ങിനെ കമ്മിയാക്കി കാണിക്കാനോ അല്ല. ഇക്കാര്യം നമ്മൾ വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം. വസ്തുനിഷ്ഠമായിട്ട് ബുദ്ധൻ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നതിനെപ്പറ്റി നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ട്രാൻസ്ലേഷൻ. അല്ലാതെ ധ്യാനം പഠിപ്പിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ടീച്ചർ ശരി അല്ലെങ്കിൽ ഏതെങ്കിലും ടീച്ചർ തെറ്റ് എന്ന് സ്ഥാപിക്കാനോ അല്ല എന്ന് വളരെ പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കണം. ബുദ്ധൻ പഠിപ്പിച്ചിട്ടുള്ള ധ്യാനങ്ങൾ നമ്മൾ പ്രാക്ടിക്കലായിട്ട് നമ്മൾ പഠിച്ചിട്ടില്ല എങ്കിൽ നമ്മൾക്ക് ഈ വിവർത്തനങ്ങളിൽ നിന്ന് ഒന്നും മനസ്സിലാകില്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ പ്രത്യേകം ഓർക്കണം. അതിന് നമ്മൾ വിപശ്യന ധ്യാനം തുടങ്ങിയ ധ്യാനങ്ങൾ തീർച്ചയായിട്ടും അഭ്യസിച്ചിരിക്കണം. അല്ലെങ്കിൽ ധ്യാനങ്ങളെക്കുറിച്ച് ഉള്ള അഭ്യാസവും നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അല്ലാതെ വെറും വിവർത്തനം നമ്മൾ കേട്ടതുകൊണ്ട് നമ്മൾക്ക് ഒരു ഗുണവും ഉണ്ടാകില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ അഭ്യാസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ധ്യാനത്തെക്കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരുന്നതാണ്. അതിനെ നിങ്ങൾ നോക്കുക. അതുകൂടാതെ
ഇനി വരുന്ന സൂത്രങ്ങളുടെ വിവർത്തനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇത് കഴിയുന്നത്ര നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ധ്യാനം പരിശീലിക്കുന്നവർക്ക് ഇത് അയച്ചു കൊടുക്കുക. തീർച്ചയായിട്ടും അവർക്ക് ഗുണമുണ്ടാകും. അതേപോലെ തന്നെ നിങ്ങൾക്കും ഗുണമുണ്ടാകും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.